ഈ കഴിഞ്ഞ ദിവസം കേട്ട വളരെ മനോഹരമായ ഒരു ചിന്ത ഇങ്ങനെയാണ്. നിങ്ങളുടെ കണ്ണുകൾ അത് എവിടെയാണ്? നിങ്ങളുടെ മുഖത്താണോ അതോ മറ്റു വല്ലവരുടെയും മുതുകത്താണോ? വളരെ ലളിതമാണ് ചോദ്യം. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ നോക്കിക്കണ്ട് അതിനെ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നവരാണോ അതോ എപ്പോഴും മറ്റുള്ളവരുടെ ജീവിതത്തെ നോക്കി അവരുടെ കുറവുകൾ കണ്ട് അവരുടെ കുറ്റങ്ങൾ പറഞ്ഞ് ജീവിക്കുന്ന വ്യക്തിയാണോ? ഈശോ പറയുന്നുണ്ട് വചനത്തിൽ, കണ്ണ് എന്ന് പറയുന്നത് അത് ശരീരത്തിൻ്റെ വിളക്കാണ്. കണ്ണ് നല്ലതാണെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് കുറ്റമുള്ളതാണ് എങ്കിൽ ശരീരം മുഴുവൻ ഇരുണ്ടുപോകുമെന്നാണ് ഈശോ പറയുക. നമ്മൾ നമ്മളുടെ കുറ്റങ്ങളും നമ്മളുടെ കുറവുകളും കണ്ട് മനസ്സിലാക്കി അതിനെ തിരുത്താൻ ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ജീവിതം മുഴുവൻ പ്രകാശമുള്ള ജീവിതമായി മാറുക. അല്ലാതെ അപരൻ്റെ ജീവിതം കണ്ട് അവൻ്റെ കുറ്റങ്ങളും കുറവുകളും നോക്കി നടക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം മുഴുവൻ ഇരുണ്ടതായിത്തീരും എന്ന് ഈശോ പറയുകയാണ്. നമുക്ക് നമ്മുടെ കണ്ണുകളെ നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളെയും കുറ്റങ്ങളെയും കാണുന്നതിനുള്ള ഉപാധിയാക്കി മാറ്റാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ കൂടുതൽ വെളിച്ചമുണ്ടായി ആ വെളിച്ചം മറ്റുള്ളവർക്ക് ഒരു മാർഗദീപമാക്കി മാറ്റാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.